ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാഹനം സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്തു തരാം. അതായത് ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. തംബ്നെയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് വാഹനത്തിൻ്റെ കണ്ടീഷൻ ഹീറ്റ് ആണെങ്കിൽ, അതായത് വാഹനം ഓടിച്ച് ചൂടായിട്ട് കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ നിർത്തി തരികയാണ്, ഓടിച്ചോളാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ചു നോക്കാം, വാഹനത്തിൻ്റെ പല കംപ്ലയിൻസും നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാകുന്നതായിരിക്കത്തില്ല. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമല്ലേ, സാധാരണ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടുന്നത് ഹീറ്റായിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വാഹനത്തിൻ്റെ പല സ്റ്റേജസ് ഉണ്ട്. അതായത് ഒരു കംപ്ലയിൻറ്റ് കാണിക്കാൻ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. അതായത് കോൾഡ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ കാണിക്കുന്ന ചില കംപ്ലയിൻസ് ഉണ്ട്. ആ ഒരു കംപ്ലയിൻറ്റ് ഒരിക്കലും ഒരു ഹീറ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ കാണിക്കത്തില്ല. ഇപ്പം ഈ വാഹനം ചൂടല്ല, തണുത്താണ് ഇരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിലൊക്കെ നിങ്ങൾ ഈ വാഹനം ഓടിച്ചു നോക്കിയാൽ ഈ പറയുന്ന വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, അതായത് എൻജിൻ മൗണ്ടിങ്, ക്ലച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ്, ഇങ്ങനത്തെ കുറച്ച് കംപ്ലയിൻസ്, സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ്, ഇതൊക്കെ ഈ പറയുന്നൊരു കോൾഡ് കണ്ടീഷനിൽ ഓടിച്ച ഇതിൻ്റെ സൗണ്ട്, ജെർക്കിങ്, വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം കോൾഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ കുറവായിരിക്കും. അതായത് ഹീറ്റ് ആവുന്ന സമയത്ത് മെറ്റൽ പാർട്സ് എല്ലാം ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ മൗണ്ടിങ്ങിന് എന്തെങ്കിലും വൈബ്രേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം കോൾഡ് കണ്ടീഷനിൽ അറിയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഒരു മെയിൻ കംപ്ലയിൻ്റ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാഹനം സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്തു തരാം. അതായത് ഞാൻ വിളിച്ചൊരു വ്യക്തിയോട് ഇന്നപോലെ വാഹനത്തിന് വേറെ കംപ്ലയിൻറ്റ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കംപ്ലയിൻറ്റും ഇല്ല, എല്ലാം ഓക്കെ കണ്ടീഷനാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും മെയിൻ റോഡ് വരെ ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. അദ്ദേഹം സ്കൂട്ടറിൽ വന്ന് തന്നെ പിക്ക് ചെയ്തു, വീട്ടിൽ കൊണ്ടുചെന്നു. വാഹനം നല്ല കോൾഡ് കണ്ടീഷനാണ്. സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടറിന് ഉണ്ടായിരുന്നു പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തു. കുറച്ചൊന്ന് ഹീറ്റായി കഴിഞ്ഞപ്പം ഈ സ്റ്റാർട്ടാകാൻ വേണ്ടി വലിഞ്ഞ് സ്റ്റാർട്ടാകുന്ന സ്റ്റാർട്ടറിന് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തായിരുന്നു സ്റ്റാർട്ടറിന് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുള്ളത്. പക്ഷേ ചിലർ ഇതുപോലെ ചിലപ്പോൾ ഓപ്പണായിട്ട് പറയണമെന്നില്ല, മറച്ചു വെച്ച് ഈ വാഹനം സെയിൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാഹനം നിങ്ങൾ കോൾഡ് സ്റ്റാർട്ടിങ്ങിലും ചെയ്ത് നോക്കണം, ഓടിച്ച് ഒന്ന് ഹീറ്റായി കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആ വാഹനത്തിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അല്ലാതെ നല്ല ചൂടായിട്ട് നിങ്ങളെല്ലാം ഓടിച്ച് നോക്കാൻ കൊണ്ടുവന്നാൽ നിങ്ങൾ റൗണ്ട് ഓടിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കണമെന്നില്ല. കോൾഡ് കണ്ടീഷനിൽ ഓടിച്ച് നോക്കണം, ചൂടായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ ഓടിച്ച് നോക്കണം, നിങ്ങൾക്ക് ആ വാഹനം എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇനി അതല്ല, ജസ്റ്റ് ഈ അലമ്പാറ്റ് ഓടിച്ച് നടക്കാൻ അല്ലെങ്കിൽ വലിയ കാര്യമില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് തിരിച്ച് പിന്നെ കൊടുക്കാനൊക്കെ ഉള്ള പ്ലാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ല, ചില ആൾക്കാരുണ്ട് നല്ല ജെന്യുവനായിട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10-15 വർഷം പിന്നെ തിരിഞ്ഞ് വേറെ നോക്കത്തില്ല, വേറെ വാഹനം നോക്കത്തില്ല. ആ വാഹനം തന്നെ ഓടിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം.